നിധിയാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഫിഷ് ബിരിയാണിയാണ്. പലതരത്തിലുള്ള ഫിഷ് ബിരിയാണി റെസിപ്പികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ റെസിപ്പീസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ മീൻ എടുത്തിട്ടുണ്ട്. ദശക്കട്ടിയുള്ള കഷ്ണം മീൻ ഏതാണെങ്കിലും ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യാനൊക്കെ മുറിക്കും പോലെ സ്ലൈസസ് ആയിട്ട് മുറിക്കാം. ഞാനിവിടെ ക്യൂബ്സ് ആയിട്ടാണ് മുറിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ മീനൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 ടീസ്പൂണോളം ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസ് ഇല്ലെങ്കിൽ വിനെഗർ ഉപയോഗിച്ചാലും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നനവ് കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ മുറിച്ച് വച്ചിരിക്കുന്ന മീനിൽ എല്ലാ ഭാഗത്തും മസാല പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ മീൻ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 30 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഫിഷിൻ്റെ സ്റ്റോക്ക് തയ്യാറാക്കിയെടുക്കലാണ്. ഫിഷിൻ്റെ സ്റ്റോക്ക് തയ്യാറാക്കിയെടുത്തിട്ട് അതിൽ റൈസ് വേവിച്ചെടുക്കുമ്പോൾ അതിനകത്ത് നല്ലൊരു ഫിഷിൻ്റെ ഫ്ലേവറും ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഫിഷ് സ്റ്റോക്കിൽ നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഫിഷ് സ്റ്റോക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറേ അധികം വെള്ളം വച്ചിട്ടുണ്ട്. കാരണം ബിരിയാണിക്ക് നമ്മൾ റൈസ് വറ്റിച്ചെടുക്കുകയല്ലല്ലോ, ഊറ്റിയെടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം ഞാനിവിടെ വച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം. ആദ്യമേ തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെടുത്ത മീനിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. അതായത് നല്ല ഭാഗങ്ങളൊക്കെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. ബാക്കി വരുന്ന കുറച്ച് മുള്ളിൻ്റെ ഭാഗങ്ങൾ, പിന്നെ വയറിൻ്റെ അവിടുത്തെ കുറച്ച് ഭാഗങ്ങൾ, പിന്നെ കുറച്ച് ദശക്കട്ടിയുള്ള കുറച്ച് സ്ഥലങ്ങൾ എന്നിവ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിന് മുന്നേയിട്ട് നല്ലപോലെ കഴുകിയിട്ട് വേണം ഇതെടുക്കാനായിട്ട്. അതേപോലെ തന്നെ വയറിൻ്റെ ഭാഗത്ത് കയ്പുള്ള സ്ഥലമൊന്നും എടുക്കരുത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 3 പീസ് പട്ട ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 ഗ്രാമ്പും 5 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു ചെറിയ സവോള സ്ലൈസ് ചെയ്തതാണ്, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. കൂടാതെ 1 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഒരു 15 മിനിറ്റോളം ഇതിങ്ങനെ തന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. എങ്കിലാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത ഫിഷിൻ്റെയും മസാലയുടെയൊക്കെ സ്മെല്ല് ആ വെള്ളത്തിലോട്ട് നന്നായിട്ട് ഇറങ്ങത്തുള്ളൂ. ഇങ്ങനെ കിട്ടുന്ന ഈ സ്റ്റോക്കിൽ നമ്മൾ റൈസ് വേവിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ച് അതിനകത്ത് കിടന്ന് എല്ലാ സാധനങ്ങളും ഒന്ന് വെന്ത് വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന സവോളയും മസാലകളും മീൻ്റെ പീസസൊക്കെ നമുക്ക് അരിച്ച് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് അരിച്ച് മാറ്റിയെടുത്തിട്ട് വരാം. അങ്ങനെ അരിച്ച് മാറ്റിയ ആ ഫിഷിൻ്റെ സ്റ്റോക്ക്, ആ വെള്ളം ഞാൻ ഒന്നുകൂടി തിളയ്ക്കാനായിട്ട് വച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ വേണം നമുക്ക് അരി ഇട്ട് കൊടുക്കാൻ. ഞാനിവിടെ 3 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് കുതിരാനിട്ടിരുന്നു. എന്നിട്ട് വെള്ളം കളഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ സ്റ്റോക്കിലോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം
ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അരി വേവുമ്പോഴേക്കും നമ്മുടെ മീനിപ്പം മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു പാൻ ചൂടാവാൻ വച്ചിട്ടുണ്ട്. ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് മീൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുത്ത് 2 സൈഡും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ മീൻ മൊത്തമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി വന്ന് കഴിയുമ്പോൾ മറച്ചിട്ട് മറ്റേ സൈഡും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മീൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. മീൻ ഫ്രൈ ആയി വന്ന സമയം കൊണ്ട് നമ്മുടെ അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 80% ഇപ്പോൾ വെന്താൽ മതി. ബാക്കി ഇനി ദമ്മിടുമ്പോൾ വെന്തോളും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഡ്രൈൻ ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ വേറൊരു പാൻ ചൂടാവാൻ വച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത ഓയിലിൻ്റെ ബാലൻസ് ഇരുന്ന എണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫ്, 2 കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 4 ഏലക്ക എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് 4 സവോള ചേർത്ത് കൊടുക്കണം. സവോള ഞാനിവിടെ ഹാഫ് സ്ലൈസാക്കി അരിഞ്ഞതാണ്. അതായത് 2ആക്കി മുറിച്ചതിന് ശേഷം ഒന്നും കൂടി ഹാഫാക്കിയിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോള നന്നായിട്ട് വഴണ്ടിയിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 7 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിക്കിട്ടുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ട് വഴറ്റി ഈ പൊടികളുടെയും പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വച്ചിട്ട് ഈ തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് കുക്കാക്കിയെടുക്കാം. അങ്ങനെ തക്കാളി നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് മല്ലിയിലയും 1/2 കപ്പ് പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ സവോള വഴറ്റിയപ്പോൾ മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ഇതിലോട്ട് ഈ മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ മസാല നന്നായിട്ട് ചൂടായി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ തിളച്ചതിനകത്ത് എണ്ണയൊക്കെ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് 1.5 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വച്ചിരുന്ന മീനിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാല മീനിൻ്റെ പീസസിന് മൂടത്തക്ക രീതിയിൽ ഒരു സ്പൂൺ എന്തെങ്കിലും വച്ചിട്ട് ഈ മീനിൻ്റെ മുകളിലോട്ട് ഈ മസാല ഇങ്ങനെ കോരിയിട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കാം. കയ്യിൽ വച്ചിട്ട് ഇങ്ങനെ ഒരുപാട് ഇളക്കി മീൻ പൊടിച്ച് കളയരുത്. എന്തെങ്കിലും സ്പൂൺ എന്തെങ്കിലും വച്ചിട്ട് മസാല ജസ്റ്റ് ഇങ്ങനെ കോരിയിട്ട് കൊടുത്ത് ഫുള്ളൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാ മീനിൻ്റെ മുകളിൽ മസാല വരത്തക്ക രീതിയിൽ ഇതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ദമ്മിടണം. അതിന് വേണ്ടിയിട്ട് നല്ലൊരു കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിലായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രത്തിൻ്റെ അടി ഫുള്ളായിട്ട് ഈ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചിരുന്ന അരി അതിൻ്റെ പകുതി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വച്ചിരുന്ന മസാല മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഫുള്ളായിട്ട് റൈസിൻ്റെ മുകളിൽ നമുക്കൊന്ന് നിരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും വിതറിക്കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള റൈസും കൂടി ഫുള്ളായിട്ട് നമുക്കിട്ട് കൊടുക്കാം. റൈസ് ഫുള്ളായിട്ടൊന്ന് നിരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് മല്ലിയിലയും പുതിനയിലയാണ്. അത് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് വിതറി കൊടുക്കാം. ഇനി ഇതൊരു അലുമിനിയം ഫോയിൽ വച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ശേഷം അടപ്പ് വച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി നമ്മുടെ കയ്യിലുള്ള പാനോ തവയോ എന്തെങ്കിലും ഒന്ന് ചൂടാവാൻ വയ്ക്കാം. ഞാനിവിടെ പഴയൊരു പാനാണ് എടുത്തിട്ടുള്ളത്. ഇത് ചൂടാവാൻ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ദമ്മിട്ട് വച്ചിരിക്കുന്ന ആ പാത്രം കയറ്റി വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് ഒന്ന് ദമ്മിട്ടെടുക്കണം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തുറന്ന് നോക്കാം. നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. കുറച്ച് സവോള വറുത്തതും കാഷ്യൂസും മുന്തിരിയൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഫിഷിൻ്റെ സ്റ്റോക്കിൽ വേവിച്ചത് കൊണ്ട് തന്നെ റൈസിനൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.